രണ്ടാളും പനിയായിട്ട് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം കേട്ടോ. എന്താണെന്നല്ലേ, നമ്മളിത് ഒരു ഇനാഗ്രേഷന് ഗസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഞാനിപ്പോൾ നോർമലി ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇനി ചെറിയൊരു മേക്കപ്പ് ചെയ്യാനുണ്ട് ഇത്താൻ്റെ അടുത്തുനിന്ന്. അത് കഴിഞ്ഞ് അവിടുന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പോകുന്ന വിചാരിച്ച്. പെരിന്തൽമണ്ണയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. മെയിൻ ഗസ്റ്റ് ഷിയാസ് കരീമാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫംഗ്ഷന് പോവാണ്. ഭയങ്കര ഹാപ്പി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഞാൻ വന്നിട്ട് പറഞ്ഞുതരേ. അപ്പോൾ നമ്മളിതാ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതാ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്തൊരു പാർട്ടി ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുള്ള മേക്കപ്പാണ്. പിന്നെ ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ലെൻസ് വെക്കുന്നത്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ ലെൻസൊക്കെ വെക്കണം. പക്ഷെ ഭയങ്കര പേടിയാണ്. പക്ഷെ വെച്ചപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ആളെനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു പാർട്ടി മേക്കപ്പാണ് കൊടുത്തിട്ടുള്ളത്. രസമുണ്ടോയെന്നൊന്ന് പറയണം. അപ്പോൾ ഉമ്മ ഉണ്ട്, അതുപോലെ എൻ്റെ വലിയ ബ്രദറുണ്ട്. ഞങ്ങളെ 3 ആളും കൂടിയാണ് പോകുന്നത്. അപ്പം എന്തായാലും പോയിട്ട് കാണാം. ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു ഇതാണ് കേട്ടോ. കാരണം ഒരു ഫംഗ്ഷന് ചീഫ് ഗസ്റ്റായി പോകണമെന്നൊക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇന്ന് സാധിച്ചു. അപ്പം നമുക്കൊരു ബോട്ടിക്കിൻ്റെ ഒരു ഇനാഗ്രേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് ഗസ്റ്റുകളുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഗസ്റ്റ്. പിന്നെ മെയിൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം എല്ലാതും നമുക്ക് കാണാം. അപ്പം നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 5 മണിക്കാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. ആ ടൈമിൽ എത്തുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആണ്. കാരണം നമ്മൾ ഏതൊരു ഫീൽഡിലെത്തുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ തളർത്താനുണ്ടാവും, നമ്മളെ പരിഹസിക്കാനുണ്ടാവും. പക്ഷെ ആ ഒരു ഇതിൽ നിന്നൊക്കെ നമ്മളതായ ഫാഷനിലായിട്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് ഹാപ്പിനെസ്, ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് ഒരുപാട് ആളുകളെ കാണാനും മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അവസരം തന്നെയാണ്. അതും ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു ഇതിലേക്കാണ് പോകുന്നത്. ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ ഷംനക്കും സഫ്നക്കൊക്കെ ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ അവർ അടിപൊളി ഒരു ബോട്ടിക്കാണ് പെരിന്തൽമണ്ണ വന്നിട്ടുള്ളത്. അതും ഡിസൈനർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കസ്റ്റമൈസിങ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ബോട്ടിക്കാണ് പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണയൊക്കെ വിസിറ്റ് ചെയ്യുക, അടിപൊളിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ്റെ ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് ഇടുന്നത്. കാരണം നമുക്ക് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാൻ. പിന്നെ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടോ. 5 മണിക്കായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് ചീഫ് ഗസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ നേരിട്ട് കണ്ടവരുണ്ട്. ഇനി ഒരുപാട് ആൾക്കാരെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഷിയാസ് കരീം ഖാനെ എന്നൊക്കെ കുറേ നാളത്തിന് ശേഷം കാണണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അവരെ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഇനാഗ്രേഷൻ ഫംഗ്ഷനൊക്കെ കാണാമല്ലേ. പക്ഷേ നമുക്കൊരു പാട്ട് കൂടെ കേട്ടാലേ. പാട്ട് കേട്ടാൽ നമുക്ക് എത്ര കാര്യം പഠിക്കില്ലല്ലോ. പഠിക്കോ കേൾക്കാം. അപ്പൊ നമുക്കിവിടെ മഴയത്തിൽ പാട്ടൊക്കെ ഒരുപാട് ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഫംഗ്ഷൻ ഭയങ്കര കളറായിരുന്നു കേട്ടോ. ഏകദേശം ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ 12 മണിക്ക് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും ഒരു 8 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഗാനമേളയും പിന്നെ അതുപോലെ ഫാഷൻ ഷോ ഒക്കെ ആയിട്ട് കളറായിട്ടുണ്ടായിരുന്നു.
ഞങ്ങളുടെ വീഡിയോസും കാണലുണ്ട് കേട്ടോ. പിന്നെ പെരുന്തൽമണ്ണയിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഞാൻ ഇവിടുത്തെ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടില്ല, പക്ഷെ ഇവരുടെ ഷോപ്പിൽ ഒരുപാട് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ കണ്ടു. അപ്പോൾ കാരണം നമ്മുടെ ഷോപ്പിൽ കാണുമ്പോൾ ഒരേ പാറ്റേൺ ആണില്ല, പക്ഷെ ഇവിടെ പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണുള്ളത്. ഇവിടെ ഒരു ഡിസൈനിങ് ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ശിലാസ്ഥാനം കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പഠിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡാൻസൊക്കെ സംസാരിക്കില്ലേ, നന്നായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ആളാണ്. രംഗത്ത് ഒരുപാട് കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ശോഭനം. ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഭാര്യയാണ്.